വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കൊടും വേനലിനുമേൽ മുഹബത്തിന്റെ സ്നേഹത്തണൽ വിരിച്ച് രാഹുലും സംഘവും ജനഹൃദയമേറിയപ്പോൾ പിന്നണി പോരാളികളായി ചിലരുണ്ടായിരുന്നു. സമൂഹമാധ്യമങ്ങളെ പോരാട്ടഭൂമിയാക്കിയ ഒരു സംഘം. ഏത് പ്രതിസന്ധികളെയും നേരിടാനുറച്ച് ജനാധിപത്യത്തിന്റെ കാവൽക്കാരാവാൻ സ്വയം തീരുമാനിച്ചിറങ്ങിയ നിർഭയക്കൂട്ടം. കുഞ്ഞുങ്ങൾ മുതൽ വയോധികർ വരെ നെഞ്ചേറ്റിയ ധ്രുവരാടി മുതൽ കുത്തക മുതലാളിത്വത്തിന് അടിമപ്പണി ചെയ്യാനില്ലെന്നുറച്ച് സ്വയം ഭടനായി പോരാട്ടഭൂമിയിലേക്ക് ഇറങ്ങിയ രവീഷ് കുമാർ വരെ നിരവധി പേർ. കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും തുറന്നുകാട്ടിയതിന് തടവ് ശിക്ഷ വരെ അനുഭവിക്കേണ്ടി വന്ന മുഹമ്മദ് സുബൈർ. ധ്രുവരാടിയുടെ വാക്കുകൾ തന്നെ കടമെടുത്താൽ ജനാധിപത്യത്തിനും ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷണത്തിനും വേണ്ടി ശബ്ദമുയർത്തുക എന്ന ശരിയായ കാര്യം ചെയ്യുക എന്നത് കടമയാണെന്ന് ഉറച്ചു വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ചവരാണ് ഇവർ. ലക്ഷക്കണക്കായ ജനത ബലി നൽകി സ്വാതന്ത്ര്യം വീണ്ടെടുത്ത ഒരു രാജ്യത്തിന്റെ കാവലാളാവുക എന്നത് ഓരോ പൗരന്റെയും ദൗത്യമെന്ന് പ്രഖ്യാപിച്ചിറങ്ങിയവർ. ഹിന്ദി ഹൃദയഭൂമിയിൽ ഉൾപ്പെടെ പ്രതിപക്ഷ കക്ഷികൾ വൻ മുന്നേറ്റം നടത്തിയപ്പോൾ ഇവർ ചെലുത്തിയ സ്വാധീനം കാണാതിരിക്കാനാവില്ല നമുക്ക്. പ്രത്യേകിച്ചും ധ്രുവരാടി എന്ന ചെറുപ്പക്കാരനെ. ഒരു ടീഷർട്ട് ധരിച്ച് പ്രസന്നമായ മുഖത്തോടുകൂടി ചടുലമായ വാക്കുകളിൽ ലളിതമായ ഹിന്ദിയിൽ നമസ്കാർ ദോസ്തോം എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ രാജ്യം അത് ഏറ്റെടുത്തു. BJPയുടെ കലുഷിത വിഷലിപ്ത പ്രചാരണങ്ങൾക്കെതിരെ അയാളുടെ യൂട്യൂബ് വീഡിയോകൾ പലയിടത്തും ജനപക്ഷത്തിന്റെ നാവായി. കഴിഞ്ഞ കാലങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും കടുത്ത വിമർശകൻ. തെരഞ്ഞെടുപ്പ് ഫലത്തിന് തൊട്ടുമുൻപ് വരെ തനിക്ക് പറയാനുള്ളത് അവസാന ശ്വാസം വരെ സധൈര്യം പറയുമെന്ന് ആവർത്തിച്ചു ആ യുവധീരൻ. വധഭീഷണികളും താക്കീതുകളും ആ 29-കാരനെ ധാരാളം തേടിയെത്തി. എന്നാൽ ഒന്നും തനിക്ക് പ്രശ്നമല്ലെന്ന് അയാളുടെ വീഡിയോകൾ വിളിച്ചു പറഞ്ഞു. ലക്ഷക്കണക്കായ ആളുകൾ അയാളെ കണ്ടു, കേട്ടു, പങ്കുവച്ചു. EDയെ കുറിച്ചൊക്കെ ഇത്ര ഗഹനമായി നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ഒരു കൊച്ചു പയ്യനോട് ഒരു മാധ്യമപ്രവർത്തക ചോദിക്കുന്ന വീഡിയോ വൈറലായിരുന്നു. നിങ്ങൾ ധ്രുവരാടിയുടെ വീഡിയോകൾ കണ്ടു നോക്കൂ എന്നാണ് ആ പയ്യൻ മറുപടി പറയുന്നത്. നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ പ്രവണതകളും വർഗീയ വിദ്വേഷ പ്രചാരണങ്ങളും ഭരണപക്ഷത്തിന്റെ ജനാധിപത്യ വിരുദ്ധതയും അഴിമതിയുമെല്ലാം തുറന്നുകാട്ടി ഇയാൾ ഉയർത്തിയ ചോദ്യങ്ങൾ പ്രതിപക്ഷ നേതാക്കൾ വരെ പ്രചാരണായുധമാക്കി. യൂട്യൂബിൽ മാത്രം 21 മില്യണിലധികം വരിക്കാരുള്ള ധ്രുവിന് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഹിന്ദി ബെൽറ്റിലായിരുന്നു. ധ്രുവിന്റെ വീഡിയോകൾ പലയിടത്തും വലിയ സ്ക്രീനുകളിൽ പ്രദർശിപ്പിച്ചു. കോളേജ് ക്യാമ്പസുകളിലും യുവാക്കൾക്കിടയിലും ധ്രുവിന് ഹീറോ പരിവേഷമായി. വാട്സപ്പ് സർവകലാശാലകളിലെ പെരും കള്ളങ്ങളും വ്യാജ വാർത്തകളും ധ്രുവ് പൊളിച്ചെടുക്കി. മോദിയുടെ കള്ളത്തരങ്ങളുടെ മായിക ലോകത്ത് കുരുങ്ങിപ്പോയ ഹിന്ദി ഭൂമികയിലെ സാധാരണക്കാരെ യാഥാർത്ഥ്യ ലോകത്തേക്ക് കൊണ്ടുവന്നു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരി കൂടിയായ ആ ചെറുപ്പക്കാരൻ. ഇന്ത്യൻ മാധ്യമരംഗത്ത് സമാന്തര മേഖലയിൽ ധീരമായി പ്രവർത്തിക്കുന്ന ഓൺലൈൻ മീഡിയകളുടെ എഡിറ്റർഷിപ്പിൽ ഇരിക്കുന്നവരിൽ പലരും ധീരമായ ഇറങ്ങിപ്പോക്കുകൾ നടത്തി. ഇവരുടെ ഭൂതകാലം പരിശോധിച്ചാൽ അറിയാം, കറപുരണ്ട മൂലധനത്തോടും ഹിന്ദുത്വ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തോടുമുള്ള കലഹങ്ങളായിരുന്നു ആ ഇറങ്ങിവരവുകളെന്ന്. അത്തരത്തിൽ പ്രതിപക്ഷ നിരയിലെ ഫലമുള്ള സാന്നിധ്യമാണ് രവീഷ് കുമാറിൻ്റേത്. മോഡിഫൈഡ് മീഡിയയുടെ മോദിയായി പരിണാമം സംഭവിച്ച അസംഖ്യം ടെലിവിഷൻ, പ്രിന്റ്, ഓൺലൈൻ മീഡിയകളുടെ പ്രളയത്തിലകപ്പെടാതിരിക്കാൻ തന്റെ താവളത്തിൽ നിന്ന് നട്ടെല്ലോടെ ഇറങ്ങിപ്പോന്ന മാധ്യമപ്രവർത്തകൻ. 1994 മുതൽ 2022 വരെ 28 വർഷം ഭരണപക്ഷത്തിന്റെ പ്രതിപക്ഷമാണ് മീഡിയ എന്ന ആദർശം മുറുകെ പിടിച്ച മാധ്യമപ്രവർത്തകനാണ് രവീഷ് കുമാർ. രവീഷ് കുമാർ ഒഫീഷ്യൽ മോദി മീഡിയയുടെ പ്രതിപക്ഷത്തു നിൽക്കുന്ന ശക്തമായ ബ്രാൻഡ് നെയിമാണ്. അദ്ദേഹത്തിന്റെ വീഡിയോകൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാനാവും. കെജ്രിവാളിന്റെ അറസ്റ്റ് ഉൾപ്പെടെ നിരവധി വീഡിയോകൾ. അയാൾ ഒറ്റയ്ക്ക് നിരന്തരം ജനതയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ദൗത്യം ഏറ്റെടുത്ത് നടപ്പാക്കും പോലെ അയാൾ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് സുബൈർ. കാലങ്ങളായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു നാമമാണിത്. ആൾട്ട് ന്യൂസ് എന്ന തന്റെ സ്ഥാപനത്തിലൂടെ ഇയാൾ പോരാട്ട ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് കാലം ഏറെയായി. ഫാക്ട് ചെക്ക് നടത്തി മോദിയുടെയും അയാൾക്ക് ഓശാന പാടുന്ന മാധ്യമങ്ങളുടെയും കള്ളത്തരങ്ങൾ സുബൈർ പൊളിച്ചടുക്കി. സംഘ് പരിവാറിനെതിരായ മൂർച്ചയുള്ള വാളായിരുന്നു സുബൈർ. അതിനിടെ കള്ളക്കേസ് ചുമത്തി സുബൈറിനെ തടവിലാക്കുക വരെ ചെയ്തു സംഘ് ഭരണകൂടം. എന്നാൽ അതൊന്നും ഈ ചെറുപ്പക്കാരനെ തളർത്തിയില്ല. അയാൾ ഇപ്പോഴും കള്ളങ്ങൾ പൊളിച്ചെഴുതിക്കൊണ്ടേയിരിക്കുന്നു. ആകാശ് ബാനർജി, അഭിഷാർ
ശർമ്മ, അജിത് അഞ്ജും തുടങ്ങിയ മാധ്യമ പ്രവർത്തകരും സമൂഹ മാധ്യമങ്ങളിലൂടെ സത്യത്തിനു വേണ്ടി പൊരുതിയവരിൽ ചിലരാണ്. അർപ്പിത് ശർമ്മ, മുകേഷ് മോഹൻ പോലെയുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും ധൈര്യപൂർവ്വം ഈ അനീതിക്കെതിരെ ശബ്ദമുയർത്തി. ഇവരെല്ലാം ഇപ്പോഴും ശബ്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആര് അധികാരത്തിൽ വന്നാലും അനീതിക്കെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുമെന്ന് അവർ ആവർത്തിക്കുന്നു. ധ്രുവ്രാഡിയുടെ വാക്കുകളിൽ നമ്മുടെ രാജ്യം സ്വർഗമാവും വരെ മാറ്റത്തിനായി ശബ്ദിക്കാനുള്ള സാധ്യതകൾ ബാക്കിയാവുകയാണ്. അതുവരെ നാം ശബ്ദമുയർത്തിക്കൊണ്ടേയിരിക്കണം. ഇനി ഇവിടെ സ്വർഗം പണിതാലോ നാം ജാഗരൂകരായിക്കൊണ്ടേയിരിക്കണം. ഇതാണ് ജനാധിപത്യം.